കരുണ ആശുപത്രിക്കെതിരെ ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതം. ന്യൂ ടൈംസിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി നഗരസഭയിലെ പള്ളിപ്പടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന കരുണ ഹോസ്പിറ്റലിനെതിരെ ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ മിക്കതും അടിസ്ഥാനരഹിതവും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. നിയമാനുസൃതമായ അനുമതിയോടുകൂടിയും സേവന മനസ്ഥിതിയോടു മാത്രം പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു എന്ന പ്രചരണം വസ്തുത വിരുദ്ധമാണെന്ന് സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. മലിനജലം സംസ്കരിക്കുന്നതിനായി പ്രതിദിനം 30,000 ലിറ്ററിലധികം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നേരത്തെ തന്നെ ആശുപത്രിയിൽ സ്ഥാപിച്ചു പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടാതെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനു വേണ്ടി അൾട്രാ ഫിൽട്രേഷൻ പ്ലാന്റ് കൂടി പുതുതായി സജ്ജീകരിക്കുകയും നിലവിലുള്ള STPയുടെ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി വെള്ളം ഒന്നുകൂടി കൂടുതൽ ശുദ്ധീകരിക്കാനും ട്രഞ്ച് സിസ്റ്റം ചെയ്യാനുമുള്ള പണികൾ പുരോഗമിച്ചു വരികയാണ്. ഒരു മാസത്തിനുള്ളിലായി ഇതിന്റെ ജോലി പൂർത്തിയാക്കുമെന്ന് ഇന്ന് സമരമുഖത്ത് നേതൃത്വം നൽകുന്നവരെ മുൻകൂട്ടി അറിയിച്ചതുമാണ്. ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന വെള്ളം, ട്രീറ്റ്മെന്റിൽ നിന്നും ശുദ്ധീകരണം നടക്കുന്ന വെള്ളവും യഥാസമയങ്ങളിൽ ക്വാളിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്യത ഉറപ്പുവരുത്തിയാണ് സ്ഥാപനം മുന്നോട്ടു പോകുന്നത്. പുതിയ സിസ്റ്റം കൂടി വരുന്നതോടുകൂടി ഇത് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമാണ്. ഈ കാര്യങ്ങൾ നോട്ടീസ് മുഖേന മുനിസിപ്പാലിറ്റി അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. ദൈവപ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് സേവന മനസ്ഥിതി മാത്രം കൈമുതലാക്കി പ്രവാസി സുഹൃത്തുക്കളും സ്വദേശത്തുള്ളവരുമായ കരുണ പറ്റാത്ത ഒരു പറ്റം മനുഷ്യസ്നേഹികളുടെ കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അത് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞു സമരം ചെയ്യുന്ന സഹോദരന്മാർ നിർധരരായ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും സൗജന്യമായും അല്ലാത്ത സഹോദരന്മാർക്ക് ജാതിഭേദമേന്യ ഏറ്റവും കുറഞ്ഞ നിരക്കിലും ചികിത്സ ലഭ്യമാക്കുന്ന ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കാതെ നിരാലംബരായ രോഗികളെ ചേർത്തു പിടിക്കാൻ മുന്നോട്ടു വരണമെന്നുമാണ് പറയാനുള്ളത്. പരിസരവാസികളായ നാട്ടുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിക്കുകയാണ്.